ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. ദയാവധത്തിന് അനുമതി തേടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചു. മാപ്രാണം സ്വദേശിയായ ജോഷി ദയാവധത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നു. 84 ലക്ഷം രൂപയാണ് ജോഷിയുടെ കണക്കുപ്രകാരം കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. എന്നാൽ പണം മടക്കി നൽകാത്തതോടെ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിൽ എന്ന് ജോഷി പറയുന്നു. 2 തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ജോഷിയെ 20ലധികം തവണയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ചികിത്സയ്ക്കുൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിൽ ആയതോടെ പലതവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും നിക്ഷേപ തുക മടക്കി നൽകിയിരുന്നില്ല. പണം മടക്കി നൽകുന്നതിനായി കോടതി ഉൾപ്പെടെ ജോഷി സമീപിച്ചതോടെ സമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് CPM സ്വീകരിച്ചതെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. എൻ്റെ പേരിൽ ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെയുണ്ട്. വൈഫിൻ്റെ പേരിലുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുടെ, സഹോദരിയുടെ, അവരുടെ മോളുടെ, അങ്ങനെ 5 പേരുടെ കൂടിയിട്ടാണ്. ഇനി എൻ്റെ കണക്കിൽ ഒരു 85 ലക്ഷം രൂപ എനിക്ക് തരണം. അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് 72 ലക്ഷം രൂപയുള്ളതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള, കരുവന്നൂർ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തകർന്ന സഹകരണ ബാങ്കുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവർ വിധിക്കുക. ഇവരുടെ മുകളിൽ നിയമമില്ല എന്ന് പറയണം. ഇവരെ വിധിക്കാനായിട്ട് കോടതിക്ക് കൂടി നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത്. CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും മാപ്രാണം സ്വദേശി ജോഷി ആരോപിക്കുന്നു. ബാങ്കിന്റെ കണക്കുപ്രകാരം 72 ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാനുള്ളത്. ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടി നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പണം പിൻവലിച്ചു. എന്നാൽ പാർട്ടി അനുഭാവികളായ നിക്ഷേപകരുടെ മാത്രം പണം മടക്കി നൽകാൻ നടപടി ഉണ്ടായതില്ലെന്നും ജോഷി കുറ്റപ്പെടുത്തി. ബാങ്കിനെ തകർത്തത് CPIM നേതാക്കൾ തന്നെയാണ്. പണം ചോദിച്ചു ചെന്നാൽ ആളുകളെ നിഷേധിക്കുന്ന സമീപനമാണ് അഡ്മിനിസ്ട്രേറ്ററുടേത്. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നത് പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നിട്ടും ഗുണമുണ്ടായില്ലെന്നും ജോഷി പറയുന്നു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.